നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ലലീഗ പുതിയ സീസൺ നാളെ ആരംഭിക്കുകയാണല്ലോ. നാളെ ആദ്യ മത്സരം അലാവസും ഗെറ്റാഫയും തമ്മിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് നടക്കുന്നതോടുകൂടി പുതിയ ലലീഗ സീസൺ ആരംഭിക്കുകയായി. കഴിഞ്ഞ 1-2 സീസണുകളായിട്ട് കിരീടങ്ങളില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന റയൽ മാഡ്രിഡിന് ഇത്തവണ അത് നേടാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ആരാധകരിരിക്കുന്നു. റയലിൻ്റെ ആദ്യ മത്സരം ഓഗസ്റ്റ് 23 പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്ക് എസ്പാനിയോളുമായിട്ടാണ് എവേ മത്സരമാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങൾ റയലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ കോച്ചായിട്ട് പോയി. പകരം കൊട്ടിഘോഷിച്ചുകൊണ്ട് സാബി അലോൺസോയെ കൊണ്ടുവന്നു. സാബിയെ കഴിഞ്ഞ ജനുവരിയിൽ പറഞ്ഞു വിട്ടു. ആർബിലോവയെ താൽക്കാലിക കോച്ചാക്കി. ഒടുവിൽ പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെ എന്ന് പറയാം, പുതിയ കുപ്പി എന്ന് പറയണ്ട, ഹോസെ മൊറീഞ്ഞോയെ കൊണ്ടുവന്നു. ദി സ്പെഷ്യൽ വൺ ഹോസെ മൊറീഞ്ഞോ. ചോദ്യം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ സമീപകാലത്തെ കണക്കുകൾ എടുക്കുമ്പോൾ ഹോസെ മൊറീഞ്ഞോ ഏറ്റവും ഒടുവിൽ ഒരു ലീഗ് കിരീടം നേടിയിട്ട് എത്രയായി? അതൊന്ന് ആവേശത്തിൽ നിൽക്കുന്ന റയൽ ആരാധകരൊന്ന് പരിശോധിച്ചാൽ മതിയാവും. പോഡ്കാസ്റ്റിൽ ഇന്നത്തെ നമ്മുടെ വിഷയം റയലിൻ്റെ കഴിഞ്ഞ സീസണിലൊക്കെ പ്രശ്നങ്ങൾ മൊറീഞ്ഞോ വന്നിട്ട് പരിഹരിച്ചോ? ആ പരിഹരിച്ചതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ബേസായിട്ട് നമ്മൾ കുറച്ച് റെഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഗോളിൻ്റെ ഒരു വിശകലനം ആണ് മെയിൻലി നമ്മളിതിൻ്റെ ബേസായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് നാളെ ഇതുമായി ബന്ധപ്പെട്ട ലൈവ് ഉണ്ടാകും. അതായത് ലലീഗ ആരംഭിക്കുന്നതും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നാളെ രാത്രിയിൽ നമുക്ക് റാഫ് ടോക്ക് മെയിൻ ചാനലിൽ ഒരു ലൈവ് വരികയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഡിസ്കഷനുകളുമായിട്ട് ഇത്തവണത്തെ സീസൺ ഗംഭീരമായി ആസ്വദിച്ച് മുന്നോട്ട് പോകണം. ഏതായാലും ഇവിടെ നമ്മൾ നോക്കേണ്ടത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം പോയ സീസണുകളിൽ വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹോസെ മൊറീഞ്ഞോക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോൾ കണ്ട മത്സരങ്ങളുണ്ടല്ലോ, അതായത് ഫ്രണ്ട്ലി മത്സരങ്ങൾ, സൗഹൃദ മത്സരങ്ങൾ വെച്ച് നമ്മളൊരു ഫൈനൽ വിലയിരുത്തലിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. അൺബീറ്റനായിട്ടാണ് അവർ സൗഹൃദ മത്സരങ്ങളുടെ ഈ ഒരു സമയം കടന്നു പോയിട്ടുള്ളത് എന്നതും ശരിയാണ്. പക്ഷെ അപ്പോഴും പല പ്രധാന താരങ്ങളും തിരികെ എത്തുന്നതേ ഉള്ളൂ. വേൾഡ് കപ്പിലെ ലേറ്റർ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുള്ള താരങ്ങളൊക്കെ മടങ്ങി എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് മാത്രം ഒരു വിലയിരുത്തലും സാധ്യമല്ല. പിന്നെയുള്ള ചോദ്യം, കഴിഞ്ഞ സീസണുകളിലൊക്കെ റയൽ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലിയർ ഐഡൻറ്റിറ്റി ഇൻ ദെയർ ബിൽഡപ്പ് പ്ലാൻ. അതാണ് അവരുടെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട്, വിനിയുടെയോ എംബാപ്പയുടെയോ ബെല്ലിംഗാമിൻ്റെയോ ഒക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് ഒരു ബേസ്റ്റ് ഔട്ട് നടത്തിയൊക്കെ പോയിട്ട് അവർ നീക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബിൽഡപ്പ് പ്ലേ നേരത്തെയൊക്കെ നമ്മൾ ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയിരുന്ന പോലെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള പരിഹാരമായോ? എന്നാൽ ഹോസെ മൊറീഞ്ഞോ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഈ ഫ്രണ്ട്ലി മത്സരങ്ങളിലൊക്കെ അദ്ദേഹം താരങ്ങൾക്ക് പ്ലെയിൻ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതാണ് ചെയ്യേണ്ടതും. പ്ലേ മിനിറ്റുകൾ കൊടുക്കുക, അങ്ങനെ അത് ഷെയർ ചെയ്ത് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇപ്പോൾ ഡിപ്പോർട്ടിവോ ലാ കറൂണക്കെതിരെ 1-0 അവർ വിജയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിൽ. അതിനു മുമ്പ് ഫെറങ്കോവറോസിനെതിരെ അവർ 2-1 വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രണ്ട്ലി മത്സരങ്ങളെ അർത്ഥത്തിൽ നോക്കിയാൽ മതി. എതിരാളികളുടെ ഒരു നിലവാരവും അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ഗുഡ് റിസൾട്ടാണ്. പക്ഷേ ഈ പെർഫോമൻസ് നമുക്കൊരു റീഅഷ്വറൻസ് നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മൊറീഞ്ഞോ ഇപ്പോഴും ചില ശ്രമങ്ങളിലാണ്, ടീമിനെ വേണ്ട വിധത്തിൽ ഒരുക്കിയെടുക്കാനുള്ള ചില ശ്രമങ്ങളിലാണ്. ഇപ്പം സ്പോർട്ടിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. മൊറീഞ്ഞോ വിശ്വസിക്കുന്നത് ഈ ടീം പ്രോഗ്രസ് ചെയ്യുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ കളിക്ക് ശേഷം അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് അടുത്ത ആഴ്ചയിലേക്ക് പോവുകയാണ്, ഗെയിമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, സ്ലോലി നമ്മൾ ഗ്രോ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം അവിടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഒന്ന്, ബെർണാഡോ സിൽവയെയാണ്
കോച്ച് വളരെ കീ ആയിട്ടുള്ളൊരു പ്ലെയറായിട്ട് ഇപ്പോൾ പരിഗണിക്കുന്നത്. ബെർണാഡോ സിൽവ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയിൽ എങ്ങനെയാണ് കളിച്ചിരുന്നത് എന്നുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീസ്, അവരുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ആയിട്ടാണ് ഇപ്പോൾ ബെർണാഡോ സിൽവയെ കാണുന്നത്. അതുകൊണ്ടാണ് സിറ്റി വിട്ട് ബാഴ്സയിലേക്ക് പോകാൻ നിന്ന താരത്തെ വളരെ പെട്ടെന്ന് മൊറീഞ്ഞോ ഒരു നീക്കം നടത്തി അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ തേർഡിൽ അദ്ദേഹത്തിന് ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും, അത് നമുക്കതറിയാം. അതുകൂടാതെ തന്നെ ബിൽഡപ്പിൽ, അറ്റാക്കിൻ്റെ ബിൽഡപ്പിൽ സഹായിക്കാൻ പറ്റും. കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഇറങ്ങി കളിക്കാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിനുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു റോള് റീസെൻറ്റ് മാച്ചിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നതും നമ്മൾ കണ്ടു, കോച്ച് കൊടുക്കുന്നതും നമ്മൾ കണ്ടു. അപ്പം കോച്ചിൻ്റെ ഒരു പ്രസ്താവനയും ആ രൂപത്തിലാണ് വന്നിരുന്നത്. കുറച്ചുകൂടി ഡീപ്പറായിട്ട് ബിൽഡപ്പ് പ്ലേയിലൊക്കെ സഹായിക്കുന്ന രൂപത്തിൽ ബെർണാഡോ സിൽവയെ ഉപയോഗപ്പെടുത്തുമെന്ന്. അതേസമയം കമവിംഗ എവിടെയുണ്ട്? അദ്ദേഹം ഇതുവരെ ടീമിന് വേണ്ട തരത്തിലുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ക്വാളിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ബെർണാഡോയാണ്. അപ്പോൾ റയൽ മാഡ്രിഡിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയേക്കുമെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അതുണ്ടാവില്ല എന്ന ഒരു സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ചോദ്യം, സ്റ്റാർസ് തിരികെ വരുമ്പോൾ മൊറീഞ്ഞോയെ സംബന്ധിച്ചിടത്തോളം ഒരു ജെനുവിൻ ടെസ്റ്റ് വരും. ഏതൊക്കെ താരങ്ങൾക്ക് ഏതൊക്കെ റോള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പ്ലെയേഴ്സിനെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ ഒരുപാട് പ്ലെയേഴ്സിനെ ഇത്തരത്തിൽ മിനിറ്റുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി കോച്ച് ശ്രമിച്ച് നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 16 ഷാൽക്കെതിരെ, അതായത് ഞായറാഴ്ച ഷാൽക്കെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരമുണ്ട്. അതിൽ പല പ്രമുഖ താരങ്ങളും ഉണ്ടാവും. അപ്പോൾ ഏത് രൂപത്തിൽ കോച്ച് ടീമിനെ ഇറക്കും എന്നുള്ളതായിരിക്കും കൃത്യമായിട്ടുള്ളൊരു സൂചന നമുക്ക് നൽകുക. ഇവിടെ മധ്യനിരയിൽ ഈ ബിൽഡപ്പ് പ്ലേയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ്രിയെ എത്തിക്കാൻ റയൽ മാഡ്രിഡ് ശരിക്കും ശ്രമിച്ചത്. റോഡ്രി വരും എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. സോ അവരുടെ എല്ലാ ബിൽഡപ്പ് പ്ലേയിലുള്ള എല്ലാ പ്രശ്നങ്ങളും റോഡ്രിയിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടാം, അതിലൂടെ പരിഹരിക്കപ്പെടാമെന്നാണ് കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പ്ലെയേഴ്സിലേക്ക് കൂടുതൽ മൊറീഞ്ഞോക്ക് ലീൻ ചെയ്യേണ്ടി വരും. ഇവിടെയുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പലരും അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് അല്ലെങ്കിൽ എ സിംഗിൾ മൊമെൻ്റ് ഓഫ് മാജിക് കൊണ്ട് കളിയിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നവരാണ്. ആർദ ഗ്യൂളർ, ബ്രയൻ ഡയസ്, തിയാഗോ പിറ്റാച്ച്, ഇങ്ങനെയുള്ള താരങ്ങളാണ് ഇനി അദ്ദേഹത്തിന് ആശ്രയിക്കാനുള്ളത്. അപ്പം അവർ ഒന്നുകിൽ ഡിസിസീവ് പാസ് അല്ലെങ്കിൽ ഡിഫൻസിനെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ, ഇൻഡിവിജ്വൽ മൂവ്, ഇതിലൂടെയൊക്കെ കളി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ബിൽഡപ്പ് പ്ലേ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി കണ്ടറിയണം. ഇപ്പോൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ റയൽ മാഡ്രിഡിൻ്റെ ഒരു വീക്ക്നെസ്സും ഇത് തന്നെയായിരുന്നു. ആ ഒരു വീക്ക്നെസ് അതുപോലെ തന്നെ തുടരുകയല്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ആരാധകരുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ നോക്കുക, ഓൾമോസ്റ്റ് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള രൂപത്തിലാണ് ഇപ്പോഴും കിടക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓർലിൻ ഷൂമനി അദ്ദേഹം ടീമിലേക്ക് മടങ്ങി എത്തുന്നതേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഗ്യൂളറുടെ കാര്യത്തിൽ സ്റ്റിൽ സെർച്ചിങ് ഫോർ ദി റോൾ ദാറ്റ് ലെറ്റ്സ് ദി റെസ്റ്റ് ഓഫ് ദി പ്ലേയേഴ്സ് ബെനിഫിറ്റ് ഫ്രം ഹിസ് എബിലിറ്റീസ്. അതാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അദ്ദേഹത്തെ എവിടെ ഏത് റോളിൽ ഉപയോഗപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ എബിലിറ്റീസ് ഏറ്റവും മികച്ച രൂപത്തിൽ മറ്റു താരങ്ങൾക്കും ടീമിനും ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. സ്റ്റിൽ ആ റോൾ ഏതാണ് എന്ന് കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഫെഡെ വാൽവർദയുടെ കാര്യം നമുക്കറിയാലോ. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസിലേക്ക് അദ്ദേഹം തിരികെ എത്തിയിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പം ഈ സ്പേസും റോളും ഒക്കെ എങ്ങനെയാണ് വാൽവർദേക്കും കമവിംഗക്കും ഇടയിൽ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, അതൊരു ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഡിഫൻസിൻ്റെ കാര്യത്തിലും ചില ആശങ്കകളുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എദർ മിലിറ്റാവോ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നതേ ഉള്ളൂ. ഇബ്രാഹിമ കൊനാറ്റയുടെ കാര്യമാണെങ്കിൽ അധികം ഇനിയും പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത്ര ഒരു മികച്ച ഫോമിൽ നിൽക്കുന്ന ഘട്ടത്തിലല്ല അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. പിന്നെ സ്ക്വാഡാണെങ്കിൽ സ്ക്വാഡിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് 20 പ്ലെയേഴ്സിൽ ചുരുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ കുറേ യുവതാരങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ മെസ്സേജാണ് ഈ മെയിൻ പ്ലാനിൻ്റെ പുറത്ത് നിൽക്കുന്ന താരങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്.
അതായത് ചില താരങ്ങൾ സ്വാഭാവികമായിട്ടും യുവതാരങ്ങൾക്കൊക്കെ കൂടുതൽ അവസരം ലഭിച്ചേക്കാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചില താരങ്ങളെ ഓഫ്ലോഡ് ചെയ്യാൻ കഴിയാതെ പോയി. അപ്പോൾ പലരും മെൻഡി, റൗൾ അസെൻസിയോ ഇങ്ങനെയുള്ള താരങ്ങളുടെയൊക്കെ പുറത്തു പോക്ക് പ്രതീക്ഷിക്കുന്നു. ഈവൻ കമവിംഗയുടെ കാര്യത്തിൽ പോലും പുറത്തു പോയില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നു. പകരം താരങ്ങളെ എത്തിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അതുകൊണ്ട് തന്നെ സാധിക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ സ്ക്വാഡ് റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. കുറേ സൈനിങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇബ്രാഹിമോ കൊനാട്രി ആണെങ്കിലും, കുക്കറെ ആണെങ്കിലും, ഡയമണ്ടെ ആണെങ്കിലും, ബെർണാഡോ സിൽവ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള റീബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിഫൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇതേ വിഷയങ്ങളാണ്. ഇപ്പോൾ റൂഡിഗർ ഉണ്ട്, അദ്ദേഹം ടീമിൻ്റെ ഡിഫൻസിൻ്റെ പാർട്ടാണ്. പക്ഷേ റിക്കറിങ് നീ ഇഞ്ചുറി ഉള്ള ഒരാളാണ്. അപ്പം അത് മറ്റുള്ളവരുടെ മേലേക്ക് കൂടുതൽ പ്രഷർ വരും, ലൈക്ക് അസെൻസിയോ. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പുറത്തു പോയേക്കെന്നുള്ളൊരു സൂചനകൾ ഉണ്ടായിട്ട് പിന്നെ അവിടെ നിൽക്കേണ്ട വന്നൊരവസ്ഥയാണ്. ഇബ്രാഹിമോ കൊനാറ്റയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു ടഫ് ആസ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. ലിവർപൂളിൽ ഇൻകൺസിസ്റ്റൻ്റ് സീസൺ കഴിഞ്ഞ് വരികയാണ്. സോ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ തനിക്ക് കളിച്ച് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അറ്റാക്കിങ്ങിലാണെങ്കിലും ഇപ്പം അപ്പ് ഫ്രണ്ടിൽ ശരിക്കും പറഞ്ഞാൽ മൊറീഞ്ഞോക്ക് കുറച്ച് ഒരു പ്രതീക്ഷയുള്ളതാണ്. അപ്പോൾ എസ് പിയെ കൊണ്ടുവരുമ്പോൾ ഒരു വെൽക്കം ബൂസ്റ്റാണത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എൻട്രിക്ക് വിട്ടു പോകുന്നില്ല. തൽക്കാലം എൻട്രിക്കിനെ ഈ പറയുന്ന ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ നിലനിർത്താൻ തന്നെയാണ് പ്ലാൻ എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. ഇപ്പോൾ ഗോൺസാലോ ഗാർഷ്യ പോയി, പകരം SP ഉണ്ട്. അതേസമയം പിന്നെ ഇപ്പോൾ ഡയമണ്ടയെ കൊണ്ടുവന്നതാണെങ്കിലും പിന്നെ വിനിയെ അവിടെ നിലനിർത്തിയതാണെങ്കിലും കിലിൻ എംബാപ്പയുടെ സാന്നിധ്യം നൽകുന്ന ഒരു ആവേശവും അതുപോലെ തന്നെ ധൈര്യവും വേറെയാണ്. റോഡ്രിഗോയെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ബെല്ലിംഗാമിന് ടീമിനെ സഹായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഹോപ്പ് എന്ന് പറയാവുന്ന ഒരു കാര്യമുള്ളത് മുന്നേറ്റ നിരയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും ഈ ഓൾഡ് പ്രോബ്ലം റിട്ടേൺസ് വൺസ് അഗെയിൻ. അതായത് വളരെ കൃത്യമായിട്ട് സ്പാനിഷ് മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടീവോ ഒക്കെ വിലയിരുത്തിയിരുന്ന പോലെ ആ ഓൾഡ് പ്രോബ്ലം അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് പ്ലേയിൽ ടീമിന് ഇപ്പോഴും കുറേ കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മൊറീഞ്ഞോക്ക് അതിന് പരിഹാരം കാണാൻ പറ്റിയോ എന്നുള്ളതാണ്. അതിന് ബെർണാഡോ സിൽവയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ ഒരു വീക്ക്നെസ് മറച്ചു പിടിക്കാൻ പറ്റുമോ? കഴിഞ്ഞ സീസണുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നം, ആ ഒരു പ്രശ്നം ഇപ്പോഴും അവർക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അത് മറച്ചു പിടിക്കാൻ ബെർണാഡോ സിൽവയിലൂടെ മാത്രം കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ദി ആബ്സെൻസ് ഓഫ് എ ക്ലിയർ അറ്റാക്കിംഗ് ഐഡൻറ്റിറ്റി, അതും ടീമിന് അവിടെ ഉണ്ട്. ഒരു ക്ലിയർ അറ്റാക്കിംഗ് ഐഡൻറ്റിറ്റി ഇപ്പോഴില്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് അവരുടെ ടീമിൻ്റെ കഴിഞ്ഞ സീസണിലൊക്കെ കളി കണ്ടാലൊക്കെ അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അത് അവിടെ തന്നെ റീസെൻ്റ് ഇയേഴ്സിലെ പ്രശ്നം അതുപോലെ തന്നെ അവിടെ തുടരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് പലരും വിലയിരുത്തുന്നത്. സോ മൊറീഞ്ഞോ വന്നിട്ട് അദ്ദേഹത്തിന് റയലിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുക. ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിലാണ് കണ്ടറിയേണ്ടത്. മൊറീഞ്ഞോയുടെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, സമീപകാലത്തൊന്നും ഒരു ലീഗ് കിരീടമൊന്നും അദ്ദേഹം നേടിയിട്ടില്ല. പിന്നെ ഒരു സ്പെഷ്യൽ വൺ എന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ റയൽ മാഡ്രിഡിനുണ്ട്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ തവണത്തെ ലലീഗയിലെ കിരീട സാധ്യതയൊക്കെ വിലയിരുത്തുമ്പോൾ ഒപ്റ്റയുടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ബാഴ്സലോണക്കാണ് കൂടുതൽ കിരീട സാധ്യത എന്നായിരുന്നു, 45.6%. അതിന് കുറേ കാരണങ്ങളുണ്ട്. 2-3 വർഷക്കാലമായിട്ട് അവിടെ തന്നെയുള്ള കോച്ച്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഒക്കെ അതേപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ റയലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 വർഷക്കാലത്തെ ട്രബിൾസ് അവിടെ നിൽക്കുന്നുണ്ട്. ആ ട്രബുലൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം കടന്ന് വീണ്ടും ഒരു പുതിയ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി, പുതിയ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി അതിലൂടെ മുന്നോട്ട് പോവേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. അതിന് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഈ സീസണിലാണ് നമുക്കൊരു സൂചനയെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഒരു കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 31%. ഏതായാലും ലലീഗയിൽ മറ്റെതിരാളികൾ എന്ന് പറയാൻ ഇപ്പോൾ ബാഴ്സ അല്ലാതെ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ ബെറ്റീസ് ടീമുകളൊക്കെയാണ്. പക്ഷേ അവരുടെ സാധ്യത തുലം കുറവുമാണ്. എന്തായാലും റയലിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. പോയ സീസണിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാനും കഴിയില്ല. എന്നാലും മൊറീഞ്ഞോയിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് വിട്ടുവെത്താം.